കറണ്ട് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റീചാർജബിൾ ഫാനുകൾ, എമർജൻസി ലൈറ്റുകളോട് കൂടിയത് പലതരത്തിലുള്ളത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് കാണിച്ചിരുന്നു. അതിൽ നമ്മൾ ഒന്ന് രണ്ട് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഫാനുകളും കാണിച്ചിരുന്നു. അപ്പോൾ അത് കണ്ട പലരും വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫാനുകളെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരം ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന നല്ല പെർഫോമൻസ് ഉള്ള കുറച്ച് ഫാനുകളെ പരിചയപ്പെടുത്തുന്നതാണ്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച കറണ്ട് പോയാലും 5 മണിക്കൂർ വരെയൊക്കെ ചാർജ് നിൽക്കുന്ന രീതിയിലുള്ള എമർജൻസി ലൈറ്റോട് കൂടിയിട്ടുള്ള ഫാനുകളാണ്. ഇനി ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ പലതരത്തിലുള്ള ഫാനുകളാണ്. അതിൽ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഒരു ഓസിലേറ്റിംഗ് ഫാനാണ്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന മോഡൽ വളരെ കോമൺ ആയിട്ട് കടകളിലും ഓൺലൈൻ സ്റ്റോറുകളിലുമൊക്കെ ലഭ്യമാകുന്ന ഒരു മോഡലാണ്. ഇത് 6 ഇഞ്ചിൻ്റെ ഓസിലേറ്റിംഗ് ഓട്ടോമോട്ടീവ് ഫാനാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇതിൻ്റെ ബോക്സിൽ കാണിക്കുന്നത് പോലെ എല്ലാത്തരം വാഹനങ്ങളിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. ചെറിയ വാഹനങ്ങളാണെങ്കിലും വലിയ വാഹനങ്ങളാണെങ്കിലും ഒക്കെ ഈ ഒരു ഫാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് 12 വോൾട്ടിൻ്റെയും 24 വോൾട്ടിൻ്റെയും വരുന്നുണ്ട്. വലിയ ഹെവി വാഹനങ്ങളിൽ 2 ബാറ്ററിയുള്ള 24 വോൾട്ട് സപ്ലൈ ഉള്ളതാണെങ്കിൽ 24 വോൾട്ടിൻ്റെ ഫാനാണ് നമ്മൾ വാങ്ങേണ്ടത്. ഇത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതെല്ലാം ഇതിൻ്റെ ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ബോക്സ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ളത് ഈ ഫാനും അതിൻ്റെ കൂടെ അത് കണക്ട് ചെയ്യാനുള്ള വയറുകളും പിന്നെ ഒരു സ്വിച്ചും കൂടി അടങ്ങിയിട്ടുള്ള ഒരു പാക്കുമാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് 12 വോൾട്ട് DC-യിൽ, അതായത് ചെറിയ വാഹനങ്ങളിലെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഓട്ടോമോട്ടീവ് ഓസിലേറ്റിംഗ് ഫാന്. ഇതിൻ്റെ ഈ ഒരു ലെഗിൽ തന്നെ ഇത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുവാൻ വേണ്ട ഹോളുകളെല്ലാം ഉണ്ട്. അത് നമ്മുടെ വാഹനത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. ഇതിൻ്റെ മോട്ടോറിൻ്റെ ഭാഗത്തുള്ള ഈ സ്വിച്ച് നീക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ഓസിലേറ്റിംഗ് ഓൺ ആവുന്നതും ഓഫ് ആവുന്നതും. പിന്നെ ഇതിലേക്ക് സപ്ലൈ കൊടുക്കുന്നതിന് 2 വയറുകളാണുള്ളത്, പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ 2 വയറുകൾ. അതിലേക്ക് നമ്മളിപ്പോൾ 12 വോൾട്ട് DC കണക്ട് ചെയ്യുകയാണ്. ഇത് 12 വോൾട്ട് ബാറ്ററിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ചിട്ടോ ഒക്കെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഓസിലേറ്റിങ്ങിൻ്റെ ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇത് എല്ലാ ഭാഗത്തേക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓസിലേറ്റിംഗ് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും കാറ്റ് കിട്ടുന്നതാണ്. ഇനി വാഹനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം കാറ്റ് കേന്ദ്രീകരിച്ച് നിർത്തണമെങ്കിൽ ഈ ഓസിലേറ്റിംഗ് ഓഫാക്കി വെച്ചാൽ മതി. ഇതുപോലത്തെ DC ഫാനുകൾ വാഹനങ്ങളിൽ മാത്രമല്ല സോളാറിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നവർക്കുമെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരം DC ഫാനുകൾ പല ബ്രാൻഡുകളുടേതും വരുന്നുണ്ട്. ഞാനിപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു മോഡൽ കാണിച്ചു എന്ന് മാത്രം. ഇതിൻ്റെ വില കുറഞ്ഞ തരത്തിലുള്ള ഓസിലേറ്റിംഗ് ഇല്ലാത്ത ഫിക്സഡ് ആയിട്ട് വെക്കുന്ന തരത്തിലുള്ള DC ഫാനുകളും നമുക്ക് ലഭ്യമാണ്. അത്തരത്തിലുള്ള ഒരു ഫാനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത്തരത്തിലുള്ള ഫാനുകൾ ബ്രാൻഡുകൾക്കും പെർഫോമൻസിനുമൊക്കെ അനുസരിച്ച് വില വ്യത്യസ്തമായിരിക്കും. അപ്പോൾ പലതരം ഫാനുകളുടെയും വിലകൾ അറിയുന്നതിനും ഇതുപോലത്തെ ഫാനുകൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കുന്നതിനുമൊക്കെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇതുപോലത്തെ റീചാർജബിൾ ഫാനുകളും DC ഫാനുകളും എല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാനുള്ള ലിങ്കുകളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്കുകളുമെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്